അപ്പോൾ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ എങ്ങനെ പഞ്ഞ് പോലുള്ള പൊറാട്ട തയ്യാറാക്കാനുള്ള ട്രിക്കാണ് കേട്ടോ ഇവിടെ പറഞ്ഞു തരുന്നത്. അതും ഒരു രീതിക്കല്ല കാണിച്ചു തരുന്നത്, 3 രീതിക്കുള്ള എളുപ്പ വഴിയുള്ള പൊറാട്ടൻ്റെ റെസിപ്പി തന്നെയാണ്. കൂടെ നല്ലൊരു ചിക്കൻ കറിയും കൂടെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോഴേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കാനും കൂടെ ഫ്രണ്ട്സുകൾക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കല്ലേ. അപ്പോഴേ നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഒരിച്ചിരി മൈദ ഇതിലോട്ടേക്ക് തീരെ എടുക്കുന്നില്ല കേട്ടോ. അപ്പം ഗോതമ്പ് പൊടി തന്നെ മതി, അതാകുമ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാമല്ലോ. അപ്പോൾ കാണാൻ വലിയൊരു മൊഞ്ചൊന്നും ഉണ്ടാവില്ല. കാണാൻ ചില മൈദപ്പൊടിയാണ സമയത്ത് ഒരു ലുക്കുള്ളൂ, പക്ഷേ ഗോതമ്പ് പൊടിക്ക് ഒരു ലുക്കില്ല, പക്ഷേ കഴിക്കാൻ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി പഞ്ചസാര വേണം, 1/4 ടീസ്പൂണാണ് പഞ്ചസാര എടുത്തത്. ഇനി 1 എഗ്ഗ് മുഴുവനായിട്ട് വേണം, അതൊന്ന് കലക്കിയിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൈര് വേണം. അത് പിന്നെ പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തത്. പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം അങ്ങനെ എടുത്തിട്ടുണ്ട് കുമിച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ എഗ്ഗ് കലക്കിയ ഒരു പാത്രം ഉണ്ടല്ലോ, ബൗള് ചെറുത്, അതിലേക്ക് തന്നെയാണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഗ്ഗ് ബാക്കി എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാമല്ലോ എപ്പടി. എന്നിട്ട് ദണ്ട ശരിക്കും നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട്. ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലൂസാക്കിയിട്ട് കുഴച്ച് വെക്കരുത് കേട്ടോ. കുറച്ച് കട്ടിക്ക് വേണം നമുക്കിത് കുഴയ്ക്കാൻ. ഇപ്പോൾ ഇതാണ്ട ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് കുഴച്ചിതാണ്ട് എല്ലാം കൂടെ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടുള്ള ട്രിക്കാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുഴച്ച് വെച്ചത് വീണ്ടും ആ ഒരു ബൗളിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ധൈര്യമായിട്ട് ഒഴിച്ച് കൊടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ്സ് ഇതേപോലെ വെള്ളത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്ട് ഈ രീതിക്ക്. പിന്നെ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നല്ല സോഫ്റ്റായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന പൊറാട്ട ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലൊക്കെ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കുടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് പുറത്തോട്ടേക്ക് ഇങ്ങനെ എടുക്കുന്നത്. മുങ്ങുന്ന രീതിയിൽ വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മൾ വീണ്ടും ഒന്ന് കുഴച്ച് കഴിയുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ആ ഒരു പൊടി. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വീണ്ടും ഒരു 10 മിനിറ്റ്സും കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതിന് ഞാൻ ആ ഒരു ബൗളിലോട്ടേക്ക് തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ബൗളിൽ. എന്നിട്ടാണ് ഈ ഒരു മാവ്, കുഴച്ച മാവ് അതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ്സ് അത്ര വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിലേ നമ്മൾ പൊറാട്ട ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഉറപ്പുണ്ടാവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്തായാലും ഫോളോ ചെയ്യട്ടോ. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് കടായിലേക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഞ്ചി വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയ പീസാണ് എടുത്തത്. വെള്ളുള്ളി അതേപോലെ 6-7 അല്ലി എടുത്തോളൂ. 3 വലിയുള്ളി കട്ട് ചെയ്തതും കൂടെ നമുക്കിതിൽ ചേർത്തിട്ടൊന്ന് ശരിക്കും വഴറ്റി കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിൽ കട്ട് ചെയ്തിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് കളറ് മാറണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതാണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ കണക്കിലുള്ള ചിക്കനാണ് ഇവിടെ എടുത്തത്. അപ്പോൾ 1 കിലോ ചിക്കന് 3 വലിയുള്ളി, 2 തക്കാളി, പിന്നെ അതുപോലെ വെള്ളുള്ളി, ഇഞ്ചി. ഇനി നമുക്ക് ഇവിടേക്ക് ചിക്കൻ മസാലേൻ്റെ പൗഡർ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളകും, 1/4 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനിൽ നല്ല വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിലോട്ടേക്ക് വേറൊരു എരിവിനായിട്ട് കുരുമുളക് പൊടിയോ പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ചിക്കൻ മസാല പൊടി തയ്യാറാക്കുന്ന സമയത്ത് നല്ല എരിവുള്ള വറ്റൽമുളകായിരുന്നു അങ്ങനെ എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കളറ് കിട്ടാനായിട്ട് മാത്രമാണ് കാശ്മീരിൻ്റെ മുളകും പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്കൻ മസാല പൗഡറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം, ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ സ്ലോലി കുക്കാവുമ്പോഴാണ് ചിക്കനിലോട്ടേക്ക് ശരിക്കും ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ പെരണ്ട് കിടക്കുക. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്.
ചിക്കനൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്, മസാലൻ്റെ അരപ്പൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കുറുകിയ കറിയാണ്, പൊറോട്ടൻ്റെ കൂടെ കഴിക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയത്. അപ്പോൾ ആ ഒരു കറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഇപ്പോൾ എഴുതേണ്ട നമ്മുടെ ഈ ഒരു മാവ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റ്സ് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ട് അതൊന്ന് പുറത്തോട്ടേക്ക് എടുത്തിട്ട് വീണ്ടും ഒന്ന് കൈ വെച്ചിട്ട് അങ്ങനെ ഒന്ന് കുഴച്ചിട്ട് റോളാക്കണം. അങ്ങനെ കുഴക്കുന്നൊന്നുമില്ല കേട്ടോ, അതൊന്ന് റോളാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഴ അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് സോഫ്റ്റ് അറിയോ, നമ്മളൊരു 10 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചെങ്കിലും കൂടിയിട്ട് ഇതിലോട്ടേക്ക് ഒരു ഇച്ചിരി വെള്ളമൊന്നും കുഴിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള മയത്തത്തിലുള്ള പൊടി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. പിന്നെ ഇതിലേക്ക് വീണ്ടും വേറെ പൊടിയൊന്നും ഇട്ടിട്ട് കുഴച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഈ രീതിക്ക് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ബോൾസൊക്കെ ആക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. നിങ്ങൾക്ക് പൊറോട്ട നല്ല കട്ടിക്ക് വേണോ നേരിയത് വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് അങ്ങനെ ഒരുപാട് കട്ടിക്കുള്ള പൊറോട്ട ഇഷ്ടമില്ല, കുറച്ചൊരു നേരിയതായിട്ടുള്ള പൊറോട്ടയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ പൊറോട്ട ഇവിടെ ഒരു 3 രീതിയിൽ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ തയ്യാറാക്കുക കേട്ടോ. ഇത് വീശി അടിക്കുന്ന പൊറോട്ട ഒന്നല്ല കേട്ടോ, പരത്തിയിട്ടുള്ള പൊറോട്ട ആണേ. അപ്പോൾ ബോൾസാക്കി വെച്ചൊരു മാവ് എടുത്തിട്ട് പരത്തി കൊടുക്കുകയാണ്. അതിലേക്കും പിന്നെ കുറച്ച് തൂവി കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ, അതിലേക്ക് മൈദപ്പൊടി ചേർക്കുന്നേ ഇല്ല. ശരിക്കും ഇതിലേക്ക് പൊടിയൊന്നും ഇട്ടിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു സമാധാനത്തിന് അങ്ങനെ പൊടി തൂവി കൊടുത്തിട്ട് പരത്തുകയാണ് കേട്ടോ, എനിക്ക് അതേ ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ചിലരൊക്കെ പൊടി ഇല്ലാതെ തന്നെ പരത്തിയെടുക്കാറുണ്ട്, അങ്ങനെയുള്ളവരങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാ പരത്തി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തടവി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഗോതമ്പിൻ്റെ പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാണ്ട ഈ രീതിക്കൊന്ന് വരങ്ങിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതേ രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ആ ഒരു ഗോതമ്പ് പൊറോട്ട തന്നെയല്ലേ, അത് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഇതാണ്ട കോണ് പോലെയുള്ള ഷേപ്പായിട്ടുണ്ട്. എന്നിട്ട് ഇതാണ്ട കൈ വെച്ചിട്ടൊന്ന് അതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊറോട്ടൻ്റെ ആ ഒരു റോള് ഇവിടെ റെഡിയായി കിട്ടി, ആ ഒരു ഷേപ്പിലായി കിട്ടി കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെയാണ്. ഇനി അടുത്തത് വേറൊരു രീതിക്കാണ്. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അത് മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ പൊറോട്ട ഒക്കെ ചെയ്യുന്ന സമയത്ത് മാവിലും ഒരുപാട് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ബോൾസ് ആക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ ഓയിലോ നെയ്യോ ഒഴിക്കും. അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് തിന്നാൻ കുറച്ച് പേടിയാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ അതൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക. എന്നാലും ഞാൻ ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ സാധാ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര ഒഴിക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് നല്ല മാവ് മയത്തത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്യും ഓയിലൊക്കെ ഇതിൽ ചേർത്തെടുക്കാൻ കാരണം നല്ല മയത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതങ്ങനെ പരത്തി കഴിഞ്ഞ ശേഷം ഞാൻ ഈ രീതിക്കാണ് വരങ്ങിടുന്നത്. മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്യല്ല കേട്ടോ, പകുതി വെച്ചിട്ടാണ് വരങ്ങിടുന്നത്. അതാണ്ട് ഈ ഒരു രീതി ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ മുഴുവനും വരങ്ങിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരല്പം ഗോതമ്പിൻ്റെ പൊടിയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് പതുക്കൊന്ന് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പൊറോട്ട തയ്യാറാക്കുന്നത് ഈ രീതിക്ക് വേണ്ടവർക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാം. അപ്പോഴൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. പരത്തിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുട്ട് കഴിയുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. 3 രീതിയിൽ പൊറോട്ട പരത്തി കാണിച്ച് തരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്ത്. പറ്റാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ബോൾ എടുത്തിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഷേപ്പിൽ തയ്യാറാക്കാനൊക്കെ ഒരുപോലെ തന്നെയാണ് വരങ്ങിട്ടിട്ട്, പക്ഷേ ഷേപ്പിന് കുറച്ച് മാറ്റമൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. നീളത്തിലാണ് പരത്തി കൊടുത്തത്. അപ്പോൾ മാവ് നല്ല മയത്തായതുകൊണ്ട് നല്ല എളുപ്പമുണ്ട് പരത്താനൊക്കെ ആയിട്ട്, നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വരങ്ങിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് കീറിയിട്ടല്ല കേട്ടോ വരങ്ങിട്ട് കൊടുക്കുന്നത്. തുടക്കത്തിലും ലാസ്റ്റിലും അതായത് മുറിച്ചെടുക്കുന്നില്ല, നടുവിൽ മാത്രമാണ് ഇങ്ങനെ വരങ്ങിടുന്നത്. ഞാനിവിടെ എപ്പോഴും പൊറോട്ട തയ്യാറാക്കുമ്പോഴേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു രീതിക്കാണ്. അപ്പോൾ മുഴുവൻ വരങ്ങിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തട്ടി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതിൽ 3-ൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ എപ്പോഴും പൊറോട്ട തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ നീളത്ത് പരത്തിയിട്ടാണ് റെഡിയാക്കലെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു 2 ബോൾ മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതേപോലെ നീളത്തിൽ പരത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു റോള് റെഡിയാക്കി എടുക്കുന്നത്.
അപ്പോൾ ഇതാണ്ട് മുഴുവൻ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നെയ്യോ ഓയിലോ ഒന്നും തടവി കൊടുക്കണ്ട, പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ തന്നെ പരത്തുക, നേരെ തന്നെ ചുട്ടെടുക്കുക, അത്രേ ഉള്ളൂ. പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പൊറോട്ട വേണോ തിന്ന് പൊറോട്ട വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ വലുതാണോ ചെറുതാണോ അതും നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോഴൊരു മീഡിയം റൗണ്ട് ഷേപ്പിലാണ് പരത്തി കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് വലുതും വേണ്ട, ഒരുപാട് ചെറുതും വേണ്ട, ആ രീതിക്കാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. അതിൽ ഞാനൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂണോളം. ഇനി നെയ്യ് വേണ്ടവർക്ക് നെയ്യും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എനിക്കിപ്പം ഇവിടെ ഓയിൽ മതി, അതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് എടുക്കാത്തത്. എന്നിട്ട് ഇതാണ്ട് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് നമുക്കൊരു 3 തവണ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് വെന്തിട്ട് മറിച്ചെടുക്കുന്നുണ്ട്, മറ്റേ സൈഡ് വെന്തതിന് ശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട കുറച്ചൊന്ന് മുരിഞ്ഞതിന് ശേഷം അതൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയിട്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എന്ത് എളുപ്പമാണല്ലേ ഗോതമ്പിൻ്റെ പൊറോട്ട തയ്യാറാക്കാനായിട്ട്. സാധാരണ ഒരു പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ പിന്നെ മൈദ നല്ല മയത്തത്തിൽ കുഴയ്ക്കണം, അതിലോട്ടൊക്കെ കുറേ നെയ്യ് ഒഴിക്കണം, കുറേ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അടിക്കണം, വീശണം, മെനക്കെടും. ഇതാകുമ്പോൾ നല്ല എളുപ്പത്തിലുമായി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് അടിച്ചെടുക്കാം. അടിക്കുന്ന രീതിയും കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. നമ്മുടെ കയ്യിൻ്റെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത്. അങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലെയറായിട്ടുള്ള പൊറോട്ട തന്നെ അവിടെ റെഡിയായി. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കാസറോളിലോട്ടൊക്കെ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, തുണിയിൽ പൊതിഞ്ഞ് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് പുറത്തന്നെ ഒരു പ്ലേറ്റിൽ മൂടി വെച്ചാൽ മതി. എത്ര സമയം വേണമെങ്കിലും പഞ്ഞി പോലായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു ചിക്കൻ കറീൻ്റെ കൂടെ അല്ല ബീഫ് കറീൻ്റെ കൂടെ, ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെങ്കിലും കൂട്ടി കഴിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.